എന്നാൽ GST കൌൺസിൽ തന്നെ 2019-20 കാലഘട്ടം വരെയുള്ള GST നോട്ടീസുകൾ പിഴയും പലിശയും ഒഴിവാക്കി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 2021 ജൂലൈ വരെയുള്ള ഫ്ലഡ് സെസ് ഇനി ആരെങ്കിലും അടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് പിഴയും പലിശയുമില്ലാതെ ഫ്ലഡ് സെസ് ആംനസ്റ്റി 2025 പ്രഖ്യാപിക്കുന്നു. സർ, 2022 ഡിസംബർ മുതൽ ഡിസ്റ്റിലറികളുടെ ടേൺ ഓവർ ടാക്സ് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ 2022 ജൂൺ മുതൽ 22 ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിലെ ടേൺ ഓവർ ടാക്സ് ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ അതിന്റെ കുടിശ്ശിക നിൽക്കുന്നുണ്ട്. ഇവ തീർപ്പാക്കാനായി ഡിസ്റ്റിലറി അറിയർ സെറ്റിൽമെന്റ് സ്കീം 2025 പ്രഖ്യാപിക്കുന്നു. ഈ പദ്ധതിയിൽ ഇക്കാലയളവിലെ ടേൺ ഓവർ ടാക്സ് കുടിശ്ശിക പൂർണ്ണമായി അടച്ചാൽ പിഴ, പലിശ എന്നിവ ഒഴിവാക്കും. സർ, കേരള പൊതുവിൽപ്പന നികുതി നിയമത്തിന് കീഴിലുള്ള ചരക്കുകളുടെ നികുതി വെട്ടിപ്പ് തടയാനുള്ള സംവിധാനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നികുതി വെട്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ ചരക്ക് നീക്കം നടത്തിയാൽ അത്തരം ചരക്കുകളും ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളും പിടിച്ചെടുക്കാനും കണ്ടുകെട്ടാനുമുള്ള വ്യവസ്ഥ കേരള പൊതുവിൽപ്പന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തും. സർ, GST കൌൺസിലിന്റെ ശുപാർശ പ്രകാരം കൊണ്ടുവന്ന 2025 യൂണിയൻ ഫിനാൻസ് ബിൽ പ്രകാരം 2017 കേന്ദ്ര ചരക്ക് സേവന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭേദഗതികൾക്ക് അനുസൃതമായി 2017 സംസ്ഥാന ചരക്ക് സേവന നികുതി നിയമത്തിലും ഭേദഗതിയിൽ വരുത്തും. രജിസ്ട്രേഷൻ. സർ, സഹകരണ ബാങ്കുകൾ ചമയ്ക്കുന്ന ഗഹാനുകളും ഗഹാൻ റിലീസുകളും സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ഫയൽ ചെയ്യുന്ന ഫയലിംഗ് ഫീസ് സ്ലാബ് വ്യവസ്ഥയിൽ പരിഷ്കരിക്കുന്നതാണ്. നിലവിൽ ഗഹാനുകൾക്കും ഗഹാൻ റിലീസുകൾക്കും 100 രൂപ ഫീസ് ഈടാക്കിയിരുന്നു. എന്നാൽ ടി നിരക്ക് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി 2 ലക്ഷം രൂപ വരെയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് 100 രൂപയും 2 ലക്ഷത്തിന് മുകളിൽ 10 ലക്ഷം രൂപയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് 200 രൂപയും 10 ലക്ഷത്തിന് മുകളിൽ 20 ലക്ഷം വരെയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് 300 രൂപയും 20 ലക്ഷത്തിന് മുകളിൽ 30 ലക്ഷം വരെയുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് 400 രൂപയും 30 ലക്ഷത്തിന് മുകളിലുള്ള ഗഹാനുകൾക്ക് ഗഹാൻ റിലീസുകൾക്ക് 500 രൂപയുമായി ഫീസ് നിരക്കുകൾ വർദ്ധിപ്പിക്കാവുന്നതാണ്. ഗഹാൻ റിലീസുകൾക്കുള്ള ഫീസ് നിരക്കുകൾ പലിശ തുക ഉൾപ്പെടാതെ പ്രിൻസിപ്പൽ തുകയ്ക്ക് മാത്രമായി കണക്കാവുന്നതാണ്. ഗഹാനുകളുടെ ഫീസ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിലൂടെ ഏകദേശം 15 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു. ഭൂനികുതി. സർ, സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തെ തുടർന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഭൂമിയുടെ മൂല്യവും അതിന്റെ വരുമാന സാധ്യതകളും 10 മടങ്ങ് വർദ്ധിച്ചു. ഇപ്പോൾ ഈടാക്കുന്ന അടിസ്ഥാന ഭൂനികുതി തികച്ചും നാമമാത്രമാണ്. ഭൂമിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം മെച്ചപ്പെടുത്തുന്നതായി നിലവിലുള്ള നികുതി സ്ലാബുകളുടെ നിരക്കുകൾ 50% വർദ്ധിപ്പിക്കുന്നതാണ്. ആയത് പ്രകാരം അടിസ്ഥാന ഭൂനികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ R1 പ്രതിവർഷം 5 രൂപ എന്നത് 7.5 രൂപയും ഏറ്റവും ഉയർന്ന സ്ലാബ് നിരക്കായ R1 പ്രതിവർഷം 30 രൂപ എന്നുള്ളത് 45 രൂപയാവും. സർ, പഞ്ചായത്ത് പ്രദേശത്ത് 8.16 വരെ 20 സെന്റ് വരെ R1 പ്രതിവർഷം 5 രൂപ, R1 പ്രതിവർഷം 7 രൂപ 50 പൈസയാവും. 8.6 മുകളിൽ R1 പ്രതിവർഷം 8 രൂപ, അത് R1 പ്രതിവർഷം 12 രൂപയാവും. സർ, മുനിസിപ്പൽ കൌൺസിൽ പ്രദേശം 2.46 വരെ R1 പ്രതിവർഷം 10 രൂപയായിരുന്നു, അത് R1 15 രൂപയാവും. 2.6 മുകളിൽ R1 പ്രതിവർഷം 15 രൂപയായിരുന്നു, R1 22.5 രൂപയാവും. മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശത്ത് 1.626 വരെ R1 പ്രതിവർഷം 20 രൂപ, പുതുക്കിയത് R1 പ്രതിവർഷം 30 രൂപ. 1.626 മുകളിൽ R1 പ്രതിവർഷം 30 രൂപയായിരുന്നത് R1 പ്രതിവർഷം 45 രൂപയാവും. ഇതിലൂടെ ഏകദേശം 100 കോടി രൂപയുടെ അധിക വരുമാനം പ്രതീക്ഷിക്കുന്നു. സർക്കാർ ഭൂമിയുടെ പാട്ടം. സർ, 2023-24 വർഷത്തെ പാട്ടം 445.35 കോടി രൂപ 39 കോടി രൂപയാണ്. 23-24 സാമ്പത്തിക വർഷത്തിൽ പാട്ടമായി ആകെ പിരിച്ചെടുക്കാനായത് 9.18 കോടി രൂപ മാത്രമാണ്. പാട്ട നിരക്കുകൾ വളരെ കൂടുതലാണെന്നാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന്റെ വിമർശനമായി വരുന്നത്. ബിസിനസ് എളുപ്പമാക്കുന്നതിന്റെയും സംരംഭകത്വ വികസനത്തിന്റെയും ഭാഗമായി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പാട്ട നിരക്കുകൾ യുക്തിസഹമാക്കേണ്ടതിന്റെ ആവശ്യകത സർക്കാർ കാണുന്നു. കമ്പോള വിലയ്ക്ക് പകരം സമാന ഭൂമിയുടെ ന്യായവില കണക്കെടുത്ത് പാട്ടനയം ആവിഷ്കരിക്കുകയും പാട്ടനിരക്കുകൾ യുക്തിസഹമാക്കുകയും ചെയ്യും. കുടിശ്ശികയുള്ള പാട്ടത്തുകകൾ ഈടാക്കുന്നതിലേക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കുന്നതാണ്. സർ, വളരെ സങ്കീർണമായൊരു സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത്. ജനാധിപത്യത്തിന്റെ തകർച്ചയും ഭരണ സംവിധാനങ്ങളുടെ ദുർബലപ്പെടലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സംഭവിച്ചിരിക്കുന്നു. രാഷ്ട്രീയവും സാമൂഹികവുമായ മാന്യതയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും ശബ്ദം മുഴങ്ങുന്നു. പനാമ കനാൽ എന്റെ സ്വന്തമാണെന്നും ഗ്രീൻലാൻഡ് ഞങ്ങളിങ്ങെടുക്കുകയാണെന്നും ഗാസാമുനമ്പിലെ മനുഷ്യരെ കുടിയൊഴിപ്പിച്ച് അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നും പറയുവാൻ തയ്യാറാവുന്ന വ്യക്തി ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ ഭരണാധികാരിയായി വീണ്ടും എത്തിയിരിക്കുന്നു. സർ, ലോകമാകെ ഭയത്തിന്റെയും വെറുപ്പിന്റെയും യുദ്ധവെറിയുടെയും അന്തരീക്ഷം സംജാതമാകുന്നു. ഇത് കൊളോണിയൽ കാലത്തോ മഹായുദ്ധകാലങ്ങളിലോ മാത്രം ഉണ്ടായിരുന്ന സാഹചര്യത്തിലേക്ക് ലോകത്തെ എത്തിക്കുകയാണോ എന്ന ഭയം പലർക്കുമുണ്ട്. ഈ അന്തർദേശീയ സാഹചര്യങ്ങളുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്വാധീനം നമ്മുടെ നാട്ടിലും ഉണ്ടാകും. ഇതിനെ നേരിടാൻ കേരളവും സജ്ജമാകേണ്ടതുണ്ട്. നമ്മുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങളും പുരോഗമന കാഴ്ചപ്പാടുകളും
കാഴ്ചപ്പാടുകളെയും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഒരുമിച്ച് കൈകോർക്കേണ്ട കാലമാണിത്. സർ, ഓരോ ബജറ്റും അത് അവതരിപ്പിക്കുന്ന കാലത്തിന്റെ സാമ്പത്തിക ജീവിതത്തെ മാത്രമല്ല, രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ ചരിത്രരേഖകളാണ് ഓരോ ബജറ്റുകളും. ഭാവി കേരളത്തിന്റെ വികസന രേഖയായി ഈ ബജറ്റിന് മാറാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. സർ, ഇനി ഞാൻ 2024-25 വർഷത്തെ പുതുക്കിയ എസ്റ്റിമേറ്റുകളുടെയും 2025-26 വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റുകളുടെയും സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കുന്നു. 2024-25 പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ്. റവന്യൂ വരവ് 1,32,929.80. റവന്യൂ ചെലവ് 1,62,125.69. റവന്യൂ കമ്മി 29,195.89. മൂലധന ചെലവ് 14,024.85. വായ്പകളും മുൻകൂറുകളും 1,526.30. പൊതുകടം 40,606.04. പൊതുകണക്ക് തനി 4,100. ആകെ കമ്മി 41.01. വർഷാരംഭ രൊക്ക ബാക്കി 275.36. വർഷാരംഭ രൊക്ക ബാക്കി 275.36. വർഷാന്ത്യ രൊക്ക ബാക്കി 234.35. 2025 ബജറ്റ് എസ്റ്റിമേറ്റ്. റവന്യൂ വരവ് 1,52,351.67. റവന്യൂ ചെലവ് 1,79,476.20. റവന്യൂ കമ്മി 27,124. മൂലധന ചെലവ് തനി 16,871.8. വായ്പകളും മുൻകൂറുകളും തനി 1,042.20. പൊതുക്കടം തനി 40,848.21. പൊതുക്കണക്ക് തനി 4,150. ആകെ കമ്മി 40.32. വർഷാരംഭ രൊക്ക ബാക്കി 234.35. വർഷാന്ത്യ രൊക്ക ബാക്കി 194.04. ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവ് 1,820.50. ഇപ്പോൾ പ്രഖ്യാപിച്ച നികുതി ഇളവുകൾ -9. അധിക വിഭവ സമാഹരണം 366 കോടി. വർഷാന്ത രൊക്ക ബാക്കി -1,269.46. സർ, 2025-26 ബജറ്റ് സഭയുടെ അംഗീകാരത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ഓർഡർ. ബജറ്റ് പ്രസംഗത്തിന്റെ കോപ്പി ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് ഇപ്പോൾ വിതരണം ചെയ്യുന്നതാണ്. അംഗങ്ങൾക്കും മാധ്യമപ്രതിനിധികൾക്കും അച്ചടിച്ച ബജറ്റ് രേഖകൾ അംഗങ്ങൾക്കും MLA ഹോസ്റ്റലിലും മുറികളിലും ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് ഓഫീസുകളിലും എത്തിക്കുന്നതാണ്. മുഴുവൻ ബജറ്റ് രേഖകളും നിയമസഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും കേരള ബജറ്റ് എന്ന ബജറ്റ് ആപ്ലിക്കേഷനിൽ നിന്നും പത്രമാധ്യമ പ്രവർത്തകർക്ക് ഡൌൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.